നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സീരിയൽ ലെവൽ ക്വാളിറ്റിയിലെടുത്ത ചില സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലായത് പുലി എന്ന സിനിമയാണ്. വിജയണ്ണന്റെ കരിയറിലെ തന്നെ ആ വർഷം വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു പുലി എന്ന സിനിമ. പക്ഷെ സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. ഇതിന് പല കാരണങ്ങളും. പ്രധാന കാരണം സിനിമയുടെ മേക്കിംഗ് ആണ്. നമ്മൾ ഈ ഹിന്ദി ഫാന്റസി സീരിയൽ കാണുന്ന പോലെയുള്ള ആ ഒരു മേക്കിംഗ് സ്റ്റൈലും കോസ്റ്റ്യൂം ഡിസൈനുമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു സിനിമ വിജയണ്ണൻ ചെയ്തതുകൊണ്ടാണ് ഇത്രയും ട്രോളുകൾ വന്നത്. ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ചെറിയ നടൻ ചെയ്തിരുന്നെങ്കിൽ സിനിമ ഒരു കോമഡി ഫാന്റസി എന്ന രീതിയിൽ അധികം ട്രോളുകൾ ഇല്ലാതെ ആ ഒരു രീതിയിൽ പോകുമായിരുന്നു. വിജയണ്ണൻ ചെയ്തപ്പോൾ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് വന്നു. ആളുകൾ കൂടുതൽ പ്രതീക്ഷിച്ചു. അടുത്തത് നിലവിൽ പുറത്തിറങ്ങിയ ലവ്ലി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. ഇതിന്റെ മെയിൻ റീസൺ ഇതൊരു സിനിമയാക്കാനുള്ള സ്റ്റോറി ഇല്ല. ഒരു പയ്യൻ എങ്ങനെയോ ജയിലിൽ പോയി, പെട്ടെന്ന് അവിടേക്ക് ഒരു ഈച്ച വരും, അതും സംസാരിക്കുന്ന ഈച്ച. ഈ പവർ എങ്ങനെ കിട്ടിയെന്നതിന് പ്രത്യേകിച്ച് ഒരു ബാക്ക് സ്റ്റോറി ഇല്ല. പെട്ടെന്ന് ഒരു സംസാരിക്കുന്ന ഈച്ച വന്നു. ഈ ഒരു സിനിമയ്ക്കോ സ്റ്റോറി ഇല്ല. വേണമെങ്കിൽ ഇവർക്ക് ഈ ഒരു ഈച്ചക്കെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി കൊടുക്കാമായിരുന്നു. ഇതിലാകെ ഈച്ച പറയുന്നത് ഈച്ചയുടെ അച്ഛന്റെ സ്റ്റോറിയാണ്. ഈച്ചയുടെ അച്ഛൻ പണ്ട് കൊതുകിന്റെ ബാറ്റിൽ കുടുങ്ങി ചത്തുപോയി. അങ്ങനെ ഈച്ചയും പയ്യനും കമ്പനിയായി. അങ്ങനെ ജാമ്യം കിട്ടി. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു പയ്യൻ ഈച്ചയെ വളരെയധികം മിസ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും തിരിച്ച് ജയിലിൽ പോകണമെന്ന്. ഇങ്ങനെ ജയിലിൽ പോകാൻ വേണ്ടി ഒരു ചേട്ടനെ പിടിച്ച് ചവിട്ടിയിടും. പാവൻ ചേട്ടൻ അരിച്ചാക്കിലേക്ക് വീണു. അങ്ങനെ ക്ലൈമാക്സിൽ എങ്ങനെയോ ഈച്ച തിരിച്ചു വന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ ലോകത്ത് ജീവിക്കും. വേണമെങ്കിൽ ഇവർക്ക് രാജമൗലിയുടെ ഈച്ച സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയി മറ്റൊരു പടം പിടിക്കാൻ വരും. ഈച്ചയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി നൽകി, സിനിമയ്ക്കും ഒരു സ്റ്റോറി നൽകി, അങ്ങനെ പടം പിടിക്കാൻ വരും. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെ പിടിച്ചുമില്ല. സിനിമ ഒരു ബോംബുമായി. ഇതും പോരാത്തതിന് രാജമൗലി സിനിമയുടെ ഈച്ചയുടെ മോഡൽ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് ഈച്ച സിനിമയുടെ പ്രൊഡ്യൂസർ കേസ് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയ മുഴുവൻ കളക്ഷനും 7 ദിവസത്തിനുള്ളിൽ തങ്ങളെ ഏൽപ്പിക്കണമെന്ന്. ഈ ഒരു സിനിമ ഓൾറെഡി വലിയൊരു ഫ്ലോപ്പാണ്. ഇതും കൂടിയായാൽ ആകെ കിട്ടിയ 10,000 രൂപയും പോകും. എനിക്ക് കോമ്പൻസേഷൻ ഒന്നും വേണ്ട. എന്നെ ഒന്ന് സബ് ജയിലിൽ വിടുവോ? അടുത്തത് ആര്യ നായകനായ ക്യാപ്റ്റൻ എന്ന തമിഴ് സിനിമയാണ്. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ വേൾഡ് ഫേമസ് സിനിമയായ അർണോൾഡിന്റെ പ്രഡേറ്റർ സിനിമയുടെ കോപ്പിയാണ്. പ്രഡേറ്റർ സിനിമയെ ഒരു സീരിയൽ ലെവലിൽ മേക്ക് ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ എന്ന സിനിമ. പ്രഡേറ്റർ പോലെ ഒരു മിഷന്റെ ഭാഗമായി ആര്യൻ ടീമും കാട്ടിലേക്ക് പോകും. പെട്ടെന്ന് ഏലിയൻ അറ്റാക്ക് ചെയ്യും. നമ്മൾ നോക്കേണ്ട കാര്യം 87-ലാണ് പ്രഡേറ്റർ സിനിമ ഇറങ്ങിയത്. അന്ന് ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയത് CGI യൂസ് ചെയ്തല്ല, പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ്. അതായത് ഒരു ഹൈറ്റ് ഉള്ള വ്യക്തിയെ മേക്കപ്പ് ചെയ്താണ് ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയത്. ഇവർ പൂർണ്ണമായും CGIയിലൂടെ ഉണ്ടാക്കി. എന്നിട്ടും ഒറിജിനൽ പ്രൊഡേറ്ററിന്റെ 100-1 പോലും ഇല്ല. ഇവർ CGI ചെയ്ത ക്യാഷ് പ്രോസ്തറ്റിക് മേക്കപ്പിന് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ഏലിയനെങ്കിലും ബെറ്റർ ആവുമായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ സിനിമയുടെ കോപ്പി റൈറ്റ് വരില്ലേ? അത് ശരിയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ ഈ ഒരു സിനിമയുടെ കാര്യം അവർക്ക് അറിയില്ല. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് നമ്മളോ തമിഴന്മാരോ അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല വളരെ ഫ്ലോപ്പുമാണ്. ഇതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് കൊടുത്താലും ഒന്നും കിട്ടില്ല. പ്രൊഡ്യൂസർ തന്നെ വീട്ടിൽ പോയത് എങ്ങനെയാണ്? ഇതുകൊണ്ട് തന്നെ കോപ്പി അടിച്ചാൽ ഇങ്ങനെയുള്ള ലോക്കൽ പടങ്ങൾക്ക് അവർ പെട്ടെന്ന് കോപ്പിറൈറ്റ് കൊടുക്കില്ല. ഇതിന്റെ പുറകെ നടക്കാൻ അവർക്ക് സമയമില്ല, പ്രത്യേകിച്ച് ഒന്നും കിട്ടുകയുമില്ല. ഇനി ബോളിവുഡ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. അവർ വലിയൊരു ബഡ്ജറ്റിൽ പ്രഡേറ്റർ സിനിമ കോപ്പി അടിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർ വന്ന് കോളറിന് എറിപ്പിടിച്ചാൽ പിറ്റേ ദിവസം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എന്തായാലും റീമേക്ക് റൈറ്റ്സ് വാങ്ങും. അടുത്തത് പാമ്പാട്ടം എന്ന സിനിമയാണ്. ഇതൊരു ബോളിവുഡ് സിനിമയായിരുന്നു. ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ റിലീസായിരുന്നു. പക്ഷെ സിനിമ വലിയൊരു ബോംബായി. ഇതിന്റെ പ്രധാന കാരണം ഈ ഒരു സിനിമ കറക്റ്റ് ഒരു ഹിന്ദി സീരിയൽ പോലെ ഒരു പഴയ കൊട്ടാരത്തിൽ വലിയൊരു പാമ്പ് വരുന്നു. ഈ ഒരു പാമ്പ് ആ ഒരു കൊട്ടാരത്തിലേക്ക് ആര് വന്നാലും എല്ലാവരെയും തട്ടും. എന്തുകൊണ്ട് ഈ ഒരു പാമ്പ് വന്നെന്ന് ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ബാഹുബലി പോലെ വലിയൊരു സെറ്റപ്പിലാണ് ഇവർ ഫ്ലാഷ് ബാക്ക് സീൻ ഉദ്ദേശിച്ചത്. ഈ ഒരു സ്ഥലത്ത് പണ്ട് ഒരു വലിയ രാജ്ഞി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു മന്ത്രവാദി വന്ന് രാജ്ഞിയോട് പറഞ്ഞു രാജ്ഞി ഒരു ദിവസം പാമ്പ് മൂലം ചത്തുപോകുമെന്ന്. പെട്ടെന്ന് രാജ്ഞി ഒരു ഓർഡർ ഇടുന്നു. ആ ഒരു പ്രദേശത്തുള്ള കംപ്ലീറ്റ് പാമ്പിനെയും തല്ലിക്കൊല്ല. അങ്ങനെ വലിയൊരു വാർ നടക്കും. എല്ലാവരും ഒരുമിച്ച് ആ ഒരു പ്രദേശത്തെ ഭൂരിഭാഗം പാമ്പിനെയും കൊന്നു. അങ്ങനെ ഈ ഒരു ഹാപ്പി ന്യൂസ് രാജ്ഞിയോട് പറയാൻ വന്നപ്പോൾ രാജ്ഞി കെട്ടിത്തൂങ്ങി കിടക്കും. ഒരു പാമ്പായിരുന്നു കെട്ടിത്തൂക്കിയത്. അങ്ങനെ മൊത്തത്തിലൊരു ബോംബ് സിനിമയാണ്. അടുത്തത് ബറോസ് എന്ന സിനിമയാണ്.
ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. പക്ഷെ ആ വർഷം വലിയൊരു ഫ്ലോപ്പായി മാറി. ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. ഈ ഒരു കാര്യമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് പറ്റിയ നമ്പർ 1 മിസ്റ്റേക്ക്. നമ്മൾ നിലവിലെ കാര്യം നോക്കിയാൽ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തു ആരും അങ്ങനെ സിനിമ എടുക്കുന്നില്ല. നമ്മൾ വലിയ വലിയ കമ്പനിയായ ഡിസ്നിയുടെ കാര്യം നോക്കിയാലും പിക്സാറിന്റെ കാര്യം നോക്കിയാലും ഇവരുടെ പ്രൈമറി ഓഡിയൻസ് കുട്ടികളാണെങ്കിൽ ഇവർ മുതിർന്നവരെയും ടാർഗറ്റ് ചെയ്യുന്നു. ഇതെന്തുകൊണ്ടെന്നാൽ ഈ ഒരു കുട്ടികളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് പേരൻസാണ്. അപ്പോൾ പേരൻസിനും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഓരോ പടവും പിടിക്കുന്നത്. അങ്ങനെ ബറോസ് ഒരു ഫ്ലോപ്പായി. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം ബറോസിന്റെ 3D എഫക്ട്സ് വളരെ മികച്ചതായിരുന്നു. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മൾ അടുത്ത കാലത്ത് പല ഹോളിവുഡ് സിനിമകൾ കണ്ടു, എല്ലാം 3D ആയിരുന്നു. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം ഈ ഒരു സിനിമയല്ല 3Dയിൽ ഷൂട്ട് ചെയ്തതല്ല, നോർമലായി ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. പക്ഷെ ബറോസ് അങ്ങനെയല്ല. അടുത്ത കാലത്ത് ഇറങ്ങിയ ഇന്ത്യൻ സിനിമയിൽ റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്ത ഒരേ ഒരു സിനിമയാണ് ബറോസ്. അടുത്തത് ശാകുന്തളം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ സീരിയൽ എന്നും പറയാൻ പറ്റില്ല, നാടകം പോലെയാണ് ഉള്ളത്. ഈ ഒരു സിനിമ മുഴുവനായി സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്തതാണ്. VFX വളരെ മോശമായിരുന്നു. അങ്ങനെ ഈ ഒരു പടവും ബോംബായി. അടുത്തത് ഗർ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ കാര്യം നോക്കിയാൽ സീരിയലിന്റെ എപ്പിസോഡിന്റെ സ്റ്റോറി പോലും ഇല്ല. റെജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ രജിസ്റ്റർ മാരേജിന് പോയി, പക്ഷേ പെണ്ണ് വന്നില്ല. റെജി നേരെ പോയി സിംഹക്കൂട്ടിൽ ചാടി. എന്തിനാണ് ചാടിയെന്ന് വെച്ചാൽ സിംഹവുമായി റെസ്ലിംഗ് ചെയ്യണമെന്ന്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് സിംഹത്തെ മയക്കുവെടി വെക്കുന്നു. അങ്ങനെ പടം കഴിയും. അടുത്തത് മാമാങ്കം എന്ന സിനിമയാണ്. മമ്മൂക്കയുടെ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു മാമാങ്കം. വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ, അങ്ങനെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടി. മാത്രവുമല്ല മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളാണെന്ന് തോന്നുന്നു. സിനിമയിലെ ഫൈറ്റ് സീനുകൾ ഇന്നും റീൽസിൽ കാണാം. അടുത്തത് ആദിപുരുഷ് എന്ന സിനിമയാണ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ബോംബാണ് ആദിപുരുഷ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെയിലർ കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതൊരു 1.5 ബോംബായിരിക്കും. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 700 കോടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പ്രഭാസ് ആദിപുരുഷിൽ പോയി തലവെച്ചതെന്ന്. ഓം റാവുത്തിന്റെ താനാജി എന്നൊരു പടം ഇറങ്ങി 125 കോടി ബഡ്ജറ്റിൽ വന്ന് 367 കോടി കളക്ഷൻ നേടി. അജയ് ദേവനായിരുന്നു നായകൻ. ആദിപുരുഷ് ബോംബായപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് അജയ് ദേവനാണെന്നുള്ളത്. ആ ഒരു കാര്യം നമുക്ക് ഉറപ്പില്ല. എന്തു തന്നെയായാലും ഇതൊരു നല്ല സിനിമയായിരുന്നു. പക്ഷെ നമ്മൾ VFXന്റെ കാര്യം നോക്കിയാൽ സിനിമയിൽ ഒരു ആന വരുന്ന സീനുണ്ട്. ഇവിടെ ഈ ആനയെ നോക്കിയാൽ ആദിപുരുഷിലെ VFXുമായി ചെറിയൊരു മാച്ചിങ് ഉണ്ട്. ആരും ഇത് ശ്രദ്ധിച്ചില്ല, കുറച്ച് സീനേ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സീനിലൂടെ ആദിപുരുഷിലേക്കുള്ള ഒരു ലീഡ് ഓം റാവത്ത് ഓൾറെഡി കൊടുത്തിരുന്നു. അടുത്തത് നിലവിൽ പുറത്തിറങ്ങിയ കണ്ണപ്പ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ട്രെയിലർ കണ്ടപ്പോഴാണ് എളുപ്പം മനസ്സിലായി കണ്ണപ്പ ഒരു ബോംബാണ്. കണ്ണപ്പയുടെ VFXും നിലവിൽ ഇപ്പോൾ എയറിലാണ്.